റെജിൻ മാനുവൽ, UK-യിലെ ഒരു ബിസിനസ്മാൻ. സ്നേഹമുള്ളവർ എന്നെ റെജി എന്ന് വിളിക്കും. ഇത് എൻ്റെ കഥ. ഈ യാത്ര എൻ്റെ ബാല്യത്തിലേക്കാണ്. പിന്നെ പണ്ടെങ്ങോ കണ്ടുമറന്ന ഒരു ഗ്രാമത്തിലേക്കും. ആ ഗ്രാമത്തിലായിരുന്നു എൻ്റെ തറവാട്. അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു. മഴയുടെ നിറമേതെന്നറിയാതെ ചേച്ചിമാരോട് അതിനെക്കുറിച്ച് കൗശല്യത്തോടെ ചോദിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പിച്ചോച്ച് നടന്ന എന്റെ വീടും വീടും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല മുമ്പ്. നിറയെ പച്ചപ്പോട് കൂടിയ ഒരു വർണ്ണ മഴയായിരുന്നു എന്റെ വീട്. ചേച്ചി ചേച്ചി അതെന്താ ചേച്ചി മഴ കറുത്തതാണോ? മോനെ അത് രാത്രി മഴയാ. ഞങ്ങളുടെ പറമ്പിൽ അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ നോക്കി ജീവിച്ചിരുന്ന കോഴികളും ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ നടന്നു നീങ്ങിയത് മറ്റൊരിടത്തേക്കുമായിരുന്നു. കുറച്ചു നാളത്തേക്ക് ഞാൻ പരിചയപ്പെട്ട എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക്. മോനെ റൈസ് ഇങ്ങ് വന്നേ, ഇതെവിടെ പോവാ? അട്ടുകുട്ടി ഇങ്ങ് വാ, ഞാൻ പാവം ഒന്ന് വാങ്ങി. അവൻ വന്നില്ല. എന്നെ പേടിയായതാവും. അത്ഭുതമായിരുന്നു എനിക്ക് ആ കിണർ ആദ്യമായി എത്തി നോക്കിയ ആ നിമിഷം. അയ്യോ, എന്തോരം വെള്ളം! എനിക്കും ഉണ്ടായിരുന്നു 2 ചേച്ചിമാർ. അവരുടെ ഇന്നത്തെ മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. അവർ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ലാളിച്ചിരുന്നു. ഓരോ നിമിഷങ്ങളും ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇന്നിവിടെ വരാൻ തോന്നുന്നില്ലല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. വീണ്ടും മഴക്കാലം വന്നു. ആ മഴക്കാലത്തും എനിക്കൊരു സംശയമുണ്ടായി. ഞാൻ വളർന്നു ഒരു കൗമാരക്കാരനായി. എന്തിനു വേണ്ടിയാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇതൊരു മധുര 17കാരന്റെ പ്രണയ വികാരമാണെന്ന്. ബോട്ട് വിടുന്നതിന് മുമ്പ് അവളെ കാണാം, അത്രമാത്രം. അടിച്ചു നിന്റെ മോന്തോടെ ഷേപ്പ് മാറ്റും. ഇത്രയൊക്കെ കേട്ടിട്ടും ഞാൻ ചവിട്ടി എന്റെ സൈക്കിൾ. പക്ഷേ അപ്പോഴേക്കും ബോട്ട് അകന്നു. യാത്രയും വേർപാടും എപ്പോഴും മറവിയിലേക്കുള്ള ദൂരമാണ്. അവൾ അകന്നകന്നു പോയി. എപ്പോഴോ എന്റെ മനസ്സിൽ ആ വേദന ഞാൻ സൂര്യന്റെ അസ്തമയം കണ്ട് മറക്കാൻ ശ്രമിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവിത്തീരണമെന്ന പ്രതീക്ഷയുമായി ഞാൻ നാടും. തിരികെ ഒരു നാൾ വരുമെന്ന വിശ്വാസത്തിൽ എല്ലാം ഒന്ന് കലങ്ങിത്തെളിയട്ടെ. UK-യിലെ മനോഹരമായ ജീവിതം, നല്ല ജോലി, സുഹൃത്തുക്കൾ, തിരക്കേറിയ ആ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് സത്യത്തിൽ ഒളിച്ചോടുകയായിരുന്നു. ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ കാർമേഘങ്ങൾക്കിടയിൽ സൂര്യൻ ഒളിച്ചു. ഇവിടെ ആ ബോട്ടിൽ ആ പഴയ പട്ട് പാവാട കരിയുമില്ല. എനിക്ക് സുപരിചിതമായ ഒന്നുമില്ല. കാലത്തിന്റെ മാത്രം ഇവയൊക്കെ ഇത്രമാത്രം സ്പർശിച്ചിരിക്കും. ഞാൻ തിരികെ പോകുന്നു. ഇനിയൊരു മടക്കയാത്രയുണ്ടോ എന്നറിയില്ല. ഇതാണ് എന്റെ കഥ. ദിസ് ഇസ് റെജിൻ സൈനിങ് ഓഫ്.